നമസ്കാരം. മീഡിയ പ്ലസ് അവതരിപ്പിക്കുന്ന ഓർമ്മയിലെ പൊന്നോണത്തിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഗൃഹാതുരത്വമുണർത്തുന്ന 1000 ഓർമ്മകളാണ് ഓടിയെത്തുന്നത്. അങ്ങനെയുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ പന്തളം. കൊയ്ത്തുകഴിഞ്ഞൊരു പാടത്തിൽ പൂഞ്ചിറകും വീശിപ്പാടി വരുന്നല്ലോ. ചിങ്ങക്കൊയ്ത്തുകഴിഞ്ഞൊരു പാടത്തിൽ പൂഞ്ചിറകും വീശിപ്പാടി വരുന്നല്ലോ. പൂവാലൻ തുമ്പി പൊന്നോണത്തുമ്പി വരവായി വരവായി പൊന്നിൻ തിരുവോണം, വരവായി വരവായി പൊന്നിൻ തിരുവോണം. ചിങ്ങക്കൊയ്ത്തുകഴിഞ്ഞൊരു പാടത്തിൽ പൂഞ്ചിറകും വീശിപ്പാടി വരുന്നല്ലോ. പൂവാലൻ തുമ്പി പൊന്നോണത്തുമ്പി വരവായി വരവായി പൊന്നിൻ തിരുവോണം, വരവായി വരവായി പൊന്നിൻ തിരുവോണം. നമസ്കാരം. നമസ്കാരം. ഓർമ്മയിലെ പൊന്നോണം എങ്ങനെയാണ് കഴിഞ്ഞകാല നാളുകൾ കാണുന്നത്? ബാല്യത്തിൽ ഓണം ഒരു വികാരമായിരുന്നു. ഇപ്പോഴും ഓണം കാണാൻ വിട്ട് ഓണം ഉണ്ണണം എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും ഓണം സമയമാകുമ്പോഴത്തേക്ക് ഇതൊരു ആവേശമാണ്. അത് മലയാളികളുടെ ഒരു വികാരം. മലയാളി ലോകത്ത് എവിടെയുണ്ടോ അവിടെ എല്ലാം ഈ ഓണം കൊണ്ടാടുന്ന, അത് ജാതിമത ഭേദമന്യേ. ഇപ്പോഴാണല്ലോ ഈ വർഗീയ ധ്രുവീകരണമൊക്കെ വന്നത്. അപ്പോഴുപോലും ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചു കാലം പ്രവാസിയായിരുന്നു. അപ്പോൾ അവിടെ എത്ര സംഘടനയുണ്ടോ അവിടെ എല്ലാം തന്നെ എല്ലാം സെപ്പറേറ്റ് ഓണാഘോഷമാണ്. അപ്പം മലയാളികൾക്ക് എവിടെ ചെന്നെന്ന് പറഞ്ഞാലും ശരി ഓണം ഒരു വലിയ ഉത്സവമാണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓണ ഓർമ്മ. ട്രിവാൻഡ്രത്ത് പഠിക്കുകയും ദേവരാജ മാസ്റ്ററുടെ ശിഷ്യനായിട്ട് നിൽക്കുകയും ചെയ്ത സമയത്ത് ദേവരാജ മാസ്റ്ററുടെ ഇപ്പോഴാണ് ഓണാഘോഷം വിപുലമായിട്ട് നെടുമങ്ങാടും കരകുളത്തും കൽട്രോൺ ജംഗ്ഷനിലും പിന്നെ ടൂറിസം വാരാഘോഷമൊക്കെ എല്ലാവരും മറ്റേ ഒറ്റ സ്ഥലമായിരുന്നു, സെൻട്രൽ സ്റ്റേഡിയത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രോഗ്രാം. അന്ന് ദേവരാജ മാസ്റ്ററുടെ ഒരു പ്രോഗ്രാം മാധുരി അമ്മ നയിക്കുന്ന ഗാനമേളയിൽ അന്ന് പിന്നെ മലയാളം പാടാൻ ഞാനും എം ജയചന്ദ്രനായിരുന്നു, ഞങ്ങൾ രണ്ടുപേരായിരുന്നു. മാധുരി അമ്മ സെൻട്രൽ സ്റ്റേഡിയത്തെ വലിയ പ്രോഗ്രാം തിരുവോണത്തിൻ്റെ അന്നാണ്. അന്ന് ഓണത്തിന് പോകാൻ പറ്റാതെ, വീട്ടിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഉച്ചയ്ക്ക് കരമനയിൽ പോയി ദേവരാജ മാഷോടൊപ്പം അവിടെ പോയി ഊണ് വാങ്ങിച്ചു, ഒരു ഹോട്ടലിൽ പോയി ഊണ് വാങ്ങിച്ചുകൊണ്ട് വന്ന് മാഷോടൊപ്പം ഇരുന്ന് ചോറ് ഉണ്ട ഒരു തിരുവോണം. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത സന്തോഷകരമാണ്. എന്നാൽ കുടുംബത്തിൽ പോകാത്ത ചെറിയ പ്രായമാണല്ലോ നമുക്കന്ന്, 18 വയസ്സോ സംതിങ്. അതിനു മുമ്പ് പിന്നെ നാട്ടിലെ ഓണക്കളിയും ഓണപ്പാട്ടും തിരുവാതിരകളിയും ഇതിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരാൾ എന്നുള്ള ക്ലബ്ബും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മിസ് ചെയ്ത് ഇത്രയും വലിയ ഒരു ഗുരുനാഥനോടൊപ്പം ഇരുന്ന് ഓണം കഴിഞ്ഞപ്പോൾ എനിക്ക് പലർക്കും കിട്ടാത്തൊരു ഭാഗ്യമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അന്ന് ആ ചെറിയ പ്രായത്തിൽ വിഷമം ഉണ്ടെങ്കിൽ പോലും അത് ഒരു വലിയ നിമിത്തമായിട്ട് ഞാൻ കാണും. ഈ പാട്ടുകൾക്ക് നമുക്ക് ചേർത്ത് നിർത്തുന്ന ഒന്നാണ് ഓണം. ആ ഓണപ്പാട്ടിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരിടത്തും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒന്നാണ്, പ്രത്യേകിച്ച് ഓണക്കാലമാകുമ്പോൾ. ഈ ഓണപ്പാട്ടിനെ പറ്റി ഓണപ്പാട്ട് ഒരു കാലത്ത് മാമാങ്കവും തരങ്കിണിയുടെ ഓണപ്പാട്ടുകളും, ഇത് കിനാവിൽ ഇന്നലെ വന്നു നീയൻ, ഓണപ്പൂവേ ഓമൽ പൂവേ, പൂങ്കൊതിയൻ വണ്ടിന് തേനും, ഉത്രാടപ്പൂനിലാവേ, അങ്ങനെ പായിപ്പാട്ടാറ്റിൽ വള്ളംകളി, പിന്നെ അങ്ങനെ ഒരു 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 വലിയ നീണ്ട നിര തന്നെ പാട്ടുകൾ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോൾ കാലം മാറി, ഇതിപ്പോൾ 2024 ആയപ്പോൾ
ഒരു പാട്ടും ആർക്കും അറിഞ്ഞുകൂടാ. അതായത് ഇൻ ബിറ്റ്വീൻ ഇറങ്ങിയിരിക്കുന്ന ഒരു 10 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 15-20 വർഷങ്ങൾക്ക് ശേഷം ഒരൊറ്റ പാട്ടും മലയാളിക്ക് അറിഞ്ഞുകൂടാ. അത് മലയാള സംഗീതത്തിൻ്റെ ഒരു അപജയമോ അല്ലെങ്കിൽ ലോകം ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ആസ്വാദന ശേഷിയുടെയാണോ, കേൾക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണോ, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അന്നുള്ള പാട്ടുകൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഓണപ്പാട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഉത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേവാ. ഇവരൊക്കെ പാട്ടും മാമാങ്കവും പിന്നെ അതുപോലെ തന്നെ പായ്പാട്ടാറ്റൽ വെള്ളങ്ങൾ 4 മണിപ്പൂവേ 4 മണിപ്പൂവേ എന്ന് പറയുന്ന പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് പാട്ട് കേൾക്കാൻ സൗകര്യമുണ്ടായിരുന്നു. വീട്ടിലൊരു ടേപ്പ് റെക്കോർഡ് അല്ലെങ്കിൽ മറ്റു വീടുകളിലെ പാട്ടുകളൊക്കെ ഉറച്ചു പിടിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ പല പാട്ടുകളും കേട്ടതും പഠിച്ചതൊക്കെ. അരെ എന്നമേ ആരോമലേ ദമയന്തിക്കായി ദൂതുമായി പോകയോ അരയന്നമേ ആരോമലേ. ഇത് ഇന്നും കേൾക്കുമ്പോൾ ഒരു പുതുമയാണ് മലയാളികൾക്ക്. ഇപ്പം ഇങ്ങനെയുള്ള പാട്ടുകൾ മാത്രമേ ഓർമ്മയിൽ നിൽക്കുന്നുള്ളത്. അപ്പം ഓണപ്പാട്ടുകൾ മലയാളിയെ സ്വാധീനിച്ച പാട്ടുകളിൽ പലതുമാണ് മാമാങ്കവും ഉത്രാടപ്പൂ നിലാവയും ഈ പറഞ്ഞ അരയന്നമേ, പിന്നെ പായ്പാട്ടൽ ആറ്റിൽ വള്ളംകളി, തുളസി കൃഷ്ണ തുളസി, അങ്ങനെ കുറേ പാട്ടുകൾ. അപ്പം തരംഗിണിയുടെ പാട്ടുകൾ വരുന്നതിന് വേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ കാസറ്റ് കടകളായിരുന്നല്ലോ അന്ന്. കാസറ്റ് വാങ്ങുക എന്നുള്ളത് ഒരു പ്രൗഡായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമില്ല, കാലം മാറി. ഇപ്പോൾ കുടുംബത്തെ പറ്റി കൂടി. കുടുംബത്തിൽ ഒരു ഭാര്യയായി 2 മക്കളും. ഞങ്ങൾ പിന്നെ സ്നേഹിച്ച് വിവാഹം കഴിച്ചാണ് 1900. ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. കാര്യം അറിയാം, സാധാരണ കലാകാരന്മാരല്ലെങ്കിൽ ഇത്തരത്തിൽ ടീച്ചറും എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ നിന്നാണ്. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണോ? ഒരുമിച്ച് പഠിച്ചതല്ലേ, എന്നെക്കാളൊക്കെ ഒരുപാട് ജൂനിയറാണ്. 6-7 വർഷം. ലക്ഷ്മി സംഗീത കോളേജിൽ തന്നെയാണ് പഠിച്ചത്. ഞാൻ ഗാനഭൂഷണം വന്നപ്പോഴത്തേക്കും ചേട്ടൻ പ്രവീണ പഠിക്കുന്നു. അങ്ങനെ പാട്ട് കേട്ടാണോ എന്ന് എല്ലാവരും ചോദിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എങ്ങനെയോ ഇഷ്ടം വന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് പരിചയപ്പെടുത്തിയത്, ഉമ പറവൂരുള്ള ഉമ്മയാണ് പരിചയപ്പെടുത്തിയത്. പക്ഷെ ഞാൻ പാട്ടൊന്നും അപ്പം കേട്ടില്ല, പിന്നെ കേട്ടു. ടീച്ചർ ഈ മ്യൂസിക് കോളേജിലുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഇപ്പോൾ കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം പാട്ടൊക്കെ നിർത്തി വെച്ചു. കാരണം സാധാരണ കല്യാണം കഴിയുമ്പോൾ പാട്ടിനോട് അല്ലെങ്കിൽ സംഗീതത്തോട് ഇഷ്ടമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കൂടെ നിർത്തുന്നുണ്ട്, ഒപ്പമുണ്ട് സംഗീതം, എന്നിട്ടും ആ പാട്ടിൽ നിന്ന് അല്ലെങ്കിൽ സംഗീതത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്ത് കണ്ടു കിട്ടാനില്ലായിരുന്നു. അന്ന് ഭയങ്കര തിരക്കുള്ള സമയമാണ്. നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് പോലും ചന്ദനപ്പള്ളിയിൽ രാത്രി 1 മണിക്ക് ഗാനമേള ഉണ്ടായിരുന്നു. അന്ന് അടുത്ത ദിവസം എല്ലാം. അപ്പോൾ 2-3 പ്രോഗ്രാം റെക്കോർഡിങ്. അപ്പോൾ ഒരിക്കലും വീട്ടിൽ കാണാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനും കൂടെ ഇറങ്ങിപ്പോയാൽ നമുക്ക് കുടുംബം ഫസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഞാനെല്ലാം നിർത്തി വെച്ച് പിന്നെ കുടുംബത്തിലോട്ടായി. പിന്നെ നമുക്ക് ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ എപ്പോഴുണ്ടാവും. പിന്നെ മക്കളായി, മക്കളുടെ പഠിത്തം, പിന്നെ അമേരിക്കയിൽ പോയി 9 വർഷം. ഇപ്പോൾ ഞാൻ നെടുമങ്ങാട് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം അവിടെ ഞാൻ അങ്ങനെ പഠിപ്പിക്കാറില്ല, എന്തെങ്കിലും അത്യാവശ്യം ആരെങ്കിലും അധ്യാപകരില്ലെങ്കിൽ മാത്രം. പിന്നെ ഇപ്പോൾ ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട് 2 വർഷമായിട്ട്. പിന്നെ ചെണ്ട പഠിക്കുന്നുണ്ട്. ഒക്കെ വയസ്സുകാലത്തുള്ളൊരാഗ്രഹം. ഈ ഡാൻസ് ഏകദേശം ഒരു മധ്യവയസ്കയായതിനു ശേഷം പഠിച്ചപ്പോൾ തോന്നുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ ഇങ്ങനെ കലാപരമായിട്ട് താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ട് ഡാൻസ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കടന്നു വരാനായിട്ട് ടീച്ചറിന് പറയാനുള്ളത്? വളരെ നല്ലതാണ്. നമുക്ക് ഫിസിക്കലായാലും മെൻ്റലായാലും നമുക്ക് നല്ല റിലാക്സേഷനാണ്. നമുക്ക് പിന്നെ കലയോട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കണം. നമുക്ക് പ്രായമായി, എനിക്കിപ്പോൾ 54 വയസ്സായി. എന്നാലും നമുക്ക് അതിനടുത്തുള്ള ഇഷ്ടമാണ്. കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും, അതൊന്നും അതിനേക്കാളും വലിയൊരു സംഭവമില്ലേ നമ്മൾ ഭരതനാട്യമൊക്കെ പഠിക്കുക എന്ന് പറയുന്നത്. ഈ പ്രായത്തിലും നമുക്ക് മനസ്സിന് വേണമെന്ന് തോന്നിയാൽ നമ്മൾ പഠിക്കും എന്നുള്ളതാണ്. അതെ, ഞങ്ങൾ പക്ഷെ അത്രയും കൊച്ചുകുട്ടികളുടെ അത്രയും പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനും ഓർമ്മയിൽ നിൽക്കില്ല. പക്ഷെ നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്യും. ഞങ്ങൾ കുറേ അമ്മമാരുണ്ട്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നാളെയും ക്ലാസ് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട്
പഠിച്ചെടുക്കണം. നല്ലൊരു ഇൻസ്പിറേഷനാണ് പുതിയ ഈ ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ മക്കളും പിന്നെ ഇവളുടെ അമ്മയുണ്ട് ഇവിടെ, മരുമോള്, മക്കളെല്ലാവരും സന്തോഷമാണ് അമ്മ ഡാൻസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശോഭനയുടെ വലിയ ഫാനാണ്. ശോഭനയാണെന്ന് പറഞ്ഞ് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞ് അത് ഓരോരുത്തരുടെ, ഇപ്പം നമ്മൾ യേശുദാസിൻ്റെ പാട്ട് കേട്ട് വളർന്നു എന്ന് പറയുന്ന പോലെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകും ഒരാൾ. അപ്പോൾ സ്വാധീനിച്ചത് ശോഭനയുടെ ഡാൻസ് കണ്ടതിന് ശേഷമാണ് കളിക്കണമെന്ന് തോന്നിയതൊക്കെ. എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം വലിയ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ അപ്പോൾ ഞാൻ ശോഭനയുടെ പടമല്ലേ നിൻ്റെ പടം അടിച്ച് ചോദിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഇവളുടെ ഫോട്ടോയാണ് അതിൽ വലിയ ഫോട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരാൾക്ക് പ്രൊമോഷനും ആവും, അതോടൊപ്പം തന്നെ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാവും. ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡെഡിക്കേഷനുള്ളത്, കാരണം കോംപ്രമൈസ് ഇല്ലാതെ പാട്ടിൽ എന്നെ വരെ വിമർശിക്കുന്നത്. ഇന്ന് ഞാൻ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരിക്കുന്ന സുമുഹൂർത്തമായി ഏറ്റവും നല്ല കാതലായ പാട്ടുകളൊക്കെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് പഠിപ്പിച്ച് പാടി അത് അസറ്റായി മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ വീട്ടിലും മക്കളായാലും മ്യൂസിക്കാണ് ഞങ്ങൾ ഇവിടെ മൊത്തം. എങ്കിലും ഒരു മാസ്റ്റർ പീസ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും ഗാനമേളകളിൽ ഓരോരുത്തരും എടുത്തു പറയുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് അത് ഇപ്പം ഈ അടുത്തിടെയായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഇടവേളയ്ക്ക് ശേഷം, ഞാൻ ഈ പ്രവാസിയായതിന് ശേഷം തിരിച്ചു വന്നതിന് പിന്നെ കൂടുതൽ പാടിയത് ഒരു അപ്രതീക്ഷിതമായി വീഴുന്ന ഒരു പാട്ടാണ് പുഴയൂർ എഴുകുള്ള പെണ്ണ്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട് ഭരതം എന്ന ചിത്രത്തിൽ രാമകഥ എന്ന് പറഞ്ഞ പാട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഞാൻ പാടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും ജനങ്ങൾ ചോദിക്കുന്നത് 7 സ്വരങ്ങൾ, പ്രമദവനം, 7 സ്വരം, പിന്നെ ശ്രീലതികൾ, നക്ഷത്ര ദീപങ്ങൾ. ഇപ്പം പിന്നെ കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ പോയിരുന്നു, ദുബായിൽ പോയി. അവിടെ വ്യത്യസ്തമായ പാട്ടുകളാണ് പാടി. കാരണം ഇപ്പോഴും അത് കേൾക്കാൻ ആൾക്കാരുണ്ട്, നല്ല പാട്ടുകൾ ആസ്വാദകർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവായിരുന്നു ആ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പാട്ടുകൾ, കാട്ടിലെ പാഴ്മുളം, പിന്നെ നാദബ്രഹ്മത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ ഇപ്പോഴും കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ട്. എത്ര അടിപൊളിയാണെങ്കിലും അതിനിടയ്ക്കൂടെ ഇത് ഒരെണ്ണം വീഴുമ്പോൾ അത് എന്താ പറയുക, അസറ്റാണ്. പിന്നെ അത് വളരെ കൃത്യമായ ശബ്ദത്തിലും ശ്രുതിയിലും താളത്തിലുമൊക്കെ പാടുകയാണെങ്കിൽ അത് ആസ്വദിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പോഴും. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാഹ്നം പോലെ, ശുഭസായാഹ്നം പോലെ, തെളിദീപം കരിനിഴലിൻ കൈക്കുമ്പിൾ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഇപ്പോൾ 55 വയസ്സ്, ഞങ്ങൾ തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പം ഞാൻ എൻ്റെ 40ാം വർഷമാണ് സംഗീതയാത്രയിൽ. എനിക്ക് തോന്നുന്നു ഒരു 1990-ലാണ്, 89-ൽ 88-ലാണ് ഈ പ്രമദവനം ഇറങ്ങിയത്. അപ്പം ആ കാലം മുതൽ ഇക്കാലം വരെയും എത്രായിരം വേദികൾ പാടി ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞില്ല. പക്ഷേ അതെപ്പോഴും പാടുമ്പോഴും ഒരു 90% നീതി പുലർത്തി പാടാൻ സാധിക്കുന്നതുകൊണ്ടാണല്ലോ ഇപ്പോഴും എനിക്ക് പാടാൻ സാധിക്കുന്നത്. പലതും ത്യജിച്ചിട്ടാണ്. അതായത് ചൂടുവെള്ളം മാത്രമേ ഞാൻ കുടിക്കൂ, ചൂടുവെള്ളത്തിലേ കുളിക്കുകയുള്ളൂ. പല ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വെളുക്കാത്തത് കൂടുതൽ. പിന്നെ തണുത്ത ആഹാരമൊന്നും കഴിക്കാറില്ല, ഒരുപാട് ഫാനിട്ട് കിടക്കാറില്ല. ലോകം നമ്മുടെ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ പന്തളം ബാലൻ, ഞാൻ ബിഗിനർ ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു കൊച്ചുമായും വന്ന് ഭയങ്കരമായിട്ട് നെടുമങ്ങാട് ഓട്ടത്തിലൊക്കെ ഞാൻ 86-ലാണ് പാടുന്നത്, 1986-ൽ. പോയിട്ട് വർഷം എത്രയായി, 86-ൽ ഞാൻ പിന്നെ നെടുമങ്ങാട് ഓട്ടത്തിൽ പാടി. ഇപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ കഴിഞ്ഞ വർഷം എന്നെ അവർ ആദരിച്ചിരുന്നു. അപ്പം സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാം അവിടെ എത്തപ്പെടുത്തുക. അപ്പം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, അതോടൊപ്പം തന്നെ
ഒരു തപസ് പോലെ തന്നെ ഞാൻ മ്യൂസിക്, കാരണം എനിക്ക് വേറെ ജോലി അറിഞ്ഞുകൂടാത്തത് കൊണ്ടും എനിക്കറിയുന്ന സംഗീതം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ചെയ്യുന്നത് കൊണ്ട് എല്ലാ ദിവസവും ഞാൻ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേൽക്കും. ഉള്ള ദിവസമൊക്കെ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. വിദേശങ്ങളിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരെയൊക്കെ ഈ പാട്ട് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അതിന് ക്ഷമയുണ്ടായിരിക്കണം. ഫീസ് രണ്ടാമത്തെ കാര്യമാണ്. അതായത് കേരളത്തിലെ പ്രൊഫഷണലായിട്ട് പാടുന്ന സിംഗേഴ്സിനൊന്നും ശിഷ്യന്മാരില്ല. അപ്പം ഞാനൊരു പ്രൊഫഷണൽ സിംഗർ അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. 40 വർഷം ലൈവ് ലൈറ്റിൽ ഇപ്പോഴും എനിക്ക് അതുപോലെ തന്നെ പാടാൻ, അന്ന് പാടിയിരുന്ന പാട്ടുകൾ ഇപ്പോഴും അതുപോലെ പാടാൻ സാധിക്കുന്നെങ്കിൽ അത്രയും ശ്രദ്ധയോടെ ജീവിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഞാൻ ഇവിടെ തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നത്. പേരൂർക്കടയാണല്ലോ. ഇവിടെ ഞാൻ നെയ്യാർ ഡാമിൽ പോയിട്ടില്ല, പൊന്മുടി ഞാൻ പോയിട്ടില്ല, കന്യാകുമാരി പോയിട്ടില്ല, ഊട്ടി പോയിട്ടില്ല, കൊടൈക്കനാൽ പോയിട്ടില്ല, മൂന്നാർ പോയിട്ടില്ല, വാഗമണ് പോയിട്ടില്ല. എന്തുകൊണ്ടാണ്? എവിടെയെങ്കിലും ഒരു എന്താ പറഞ്ഞാൽ എൻ്റെ ശബ്ദത്തിന് കുഴപ്പം വരുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല. അപ്പം പണ്ടൊക്കെ എൻ്റെ മക്കൾ പറയണ, രാവിലെ ആരെങ്കിലും അച്ഛൻ ബേസ് പിടിക്കുമെന്ന് പറയും. സനിത മകരേ സനിത മകരേ ഇത് പാടണമെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഡിസോർഡറായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് പാടാൻ സാധിക്കില്ല. വീട്ടിലെ സമാധാനം, ഇവർ മക്കളായാലും അമ്മയായാലും എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾക്ക് അവർ ഇപ്പം എന്ത് പറഞ്ഞ ഒരു തടസ്സം നിൽക്കാനുള്ള അങ്ങനെ ഒരു ആളാണെങ്കിൽ എനിക്കൊരിക്കലും പെർഫോം ചെയ്യാൻ സാധിക്കില്ല. കുടുംബജീവിതവും മക്കളുടെ സന്തോഷവും പിന്നെ അതുപോലെ തന്നെ വഴക്കില്ലാതെ ജീവിക്കുന്ന, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, അതെവിടെയില്ലാതെ അതൊക്കെ അപ്പോൾ കഴിയും എന്നുള്ളത്. പക്ഷേ കലയാണ് ഞങ്ങൾക്ക് പ്രാധാന്യം. സംഗീതത്തിന് വേണ്ടി ഇത്രയൊക്കെ ത്യജിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാര്യം തണുത്തതൊന്നും 35 വർഷമായി ഞാൻ തണുത്തതൊന്നും കഴിക്കുന്നില്ല, മാത്രമല്ല തണുത്ത പ്രദേശങ്ങളിൽ പോകുന്നില്ല എന്നുള്ളത് കൂടി കാണേണ്ടതാണ്. അപ്പോഴും പല പ്രേക്ഷകർക്കും സംശയമുള്ള ഒരു വിഷയം, സിനിമയിലേക്ക് വന്നു ഒരു കാലത്ത് നല്ല പാട്ടുകൾ പാടി, ഇന്നിപ്പോൾ ആ രംഗത്തേക്കുള്ള ആ ഒരു പ്രവേശനം പുതിയ തലമുറ ഏറ്റെടുത്തോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോഴും ഇത്രയും ആ പഴയകാലത്തെ ശബ്ദം ഇന്നും പല കാരണങ്ങൾ കൊണ്ട് ത്യജിച്ച് ആത്മസമർപ്പണം സംഗീതത്തിന് വേണ്ടി നിൽക്കുന്ന പന്തളം ബാലൻ എന്ന് പറയുന്ന വ്യക്തി, അതിനെ സംബന്ധിച്ച് എന്താണ്? സിനിമയിൽ പാടാതെ പേരെടുക്കാം എന്ന് വ്യക്തമായിട്ട് തെളിയിച്ച ഒരാളാണ് ഞാൻ 35 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ പാടിയ ഞാൻ 20 സിനിമയിൽ പാടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് അതൊക്കെ വിധിയാണെന്ന്. ഞാൻ അതിന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവസാനമായിട്ട് പാടിയ പിന്നെ പടമായിരുന്നു 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് വിനയൻ സാറിൻ്റെ. അത് വളരെ കാര്യമായിട്ട് വലിയ ബാനറിലുള്ള പടമായിട്ട് പോലും അതിൻ്റെ അവസാനം വന്നപ്പോഴത്തേക്ക് നമ്മളെ തടയപ്പെട്ടു. വിവാദമാക്കിയതിൽ ഞാനൊരു കാരണക്കാരനാണ്. കാരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കാരണം ഞാൻ അങ്ങോട്ട് പോയി അവസരം ചോദിക്കാത്ത ഒരാളാണ്. അതായത് 87 മുതൽ ദേവരാജൻ മാഷ ശിഷ്യനായിട്ട് അദ്ദേഹം തന്നെ 89-ൽ സിനിമയിൽ പാടിയപ്പോഴത്തേക്കാണ് പന്തളം ബാലൻ എന്നുള്ള പേര് നൽകിയത്. അപ്പോൾ ആ പേരിന് ഒരു കളങ്കം വരുത്താതെ ജീവിക്കണം, മരിക്കുന്നവരെ അങ്ങനെ തന്നെ ജീവിക്കണമെന്നാണ്. അതിൽ കോംപ്രമൈസ് ഇല്ല. ഇപ്പോൾ ദേവരാജൻ മാഷ് എന്ന് പറയുന്ന ആ മഹാഗുരു, വിശ്വഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പ്രകൃതിയിൽ നിന്ന് ഇന്നതിൽ ഇപ്പം ഹരിവരാസനം, ബലികുടീരങ്ങൾ, ഡിഫറെൻറ്റ് സോങ്സാണ്. കാറ്റടിച്ച് കൊടുങ്കാറ്റടിച്ച് അക്കരയാണോ അതോ ഇക്കരയാണോ എന്നുള്ള ഡിഫറെൻറ്റ് സോങ്സ് ചെയ്ത ഒരു വലിയ ലെജൻഡറി ആണ് ദേവരാജൻ മാഷ്. അദ്ദേഹത്തിൻ്റെ സർവകലാശാല അവിടെ പോയി പഠിക്കുകയും അതോടൊപ്പം ചേരുകയും ചെയ്തിരുന്ന കുറേ വർഷങ്ങളുണ്ടായിരുന്നു. അത് 94, 93 കാലം തിരക്കായപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അങ്ങനെ അത്രയും മാഷടുത്തോട്ട് പോകാൻ സാധിച്ചില്ല. ഞാൻ ഒരു ദിവസം 2, 3, 4 ഗാനങ്ങളൊക്കെ ഏറ്റെടുത്ത കാലമായപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. അപ്പം അന്ന് മുതലേ ദേവരാജൻ മാസ്റ്ററുടെ കൂടെ നിന്നുകൊണ്ട് ഒരു കാർക്കശക്കാരനായിരുന്നു അദ്ദേഹം. ഞങ്ങളും അത് തന്നെ ഫോളോ ചെയ്തു. മറ്റൊരാളുടെ അവസരങ്ങൾ ചോദിച്ചു പോകാതെ നമ്മളെ തേടിയെത്തട്ടെ എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ പലതിനും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പം ഒരുപാട് മദ്യപിക്കുന്ന സിനിമാ മേഖല മൊത്തം അതാണെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഇരിക്കണം, അവരുടെ പെട്ടി താങ്ങണം, അവരുടെ ചാൻസ് ചോദിച്ച് പോകണം, അവരെ പോയി രാവിലെ പോയി വണങ്ങണം, അതൊന്നും നമുക്ക് പറ്റില്ല. എൻ്റെ സംഗീതം, ഞാൻ പ്രാക്ടീസുകളുണ്ടാക്കിയ, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഗുരുക്കന്മാരും തന്ന സംഗീതം, ഞാൻ അതിനെ ഒട്ടും വില കുറച്ച് കാണാതെ ഇതാണ് എൻ്റെ ജീവിതം എന്ന് ഞാൻ തിരഞ്ഞെടുത്ത സമയത്ത് മുതൽ ഇന്ന് വരെയും ഞാൻ അതിന് എന്താ പറയുക ഒരു കോംപ്രമൈസ് ചെയ്യാതെ പ്രാക്ടീസ് ചെയ്ത് എന്താ പറയുക എനിക്കറിയുന്ന സംഗീതം മറ്റുള്ള ശിഷ്യർക്ക് പറഞ്ഞു കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ഇങ്ങനെ ജീവിതം ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സിനിമയിൽ പാടിയില്ല എന്ന് പറഞ്ഞ് യാതൊരു വിഷമവുമില്ല. ഞാൻ പാടിയില്ല എന്ന് പറഞ്ഞ വിഷമമില്ല. തീർച്ചയായിട്ടും പുതിയ തലമുറ പലതരത്തിലുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പെട്ടിതാങ്ങി വരെ പലരും ആ രംഗത്തോട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോഴും ഈ ചില വേദികളിൽ
ചില സംഭാഷണങ്ങൾ, പ്രഭാഷണങ്ങളിൽ അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൊക്കെ താങ്കളുടേതായിട്ടുള്ള ആ ഒരു പ്രസംഗം വിവാദമായി മാറാറുണ്ട്. അത് മനഃപൂർവ്വമായിട്ടുണ്ടാക്കിയെടുക്കുന്ന ഉണ്ടാക്കുക. അല്ലാതെ ഇതിപ്പോൾ പത്തനംതിട്ടയിൽ പിന്നെ ദിവ്യ സൈറിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിണറായി സർക്കാരിൻ്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് 4 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു, 4-5 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ചില ആൾക്കാരുടെ പ്രോഗ്രാമിന് മാത്രം കളക്ടർ വരുന്നു. കളക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജില്ലയുടെ പൂർണ്ണമായ അധികാരമുള്ള ആളാണ്. അത് പിന്നെ പിന്നെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എന്താ പറഞ്ഞാൽ ആ പ്രത്യേക ആൾക്കാരുടെ മാത്രം സഹകരിക്കുകയും ചാലക്കുടി പ്രസീതയെ പോലുള്ള പാട്ടുകാരി, പിന്നെ പന്തളം ബാലിനെ പോലുള്ള, പത്തനംതിട്ട ജില്ലക്കാരനാണ് ഞാൻ വേറൊരു സ്ഥലത്തല്ല, ആ ജില്ലക്കാരനാണ് ഞാൻ. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ പരിപാടിക്ക് വരുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൊട്ടിത്തിരിക്കും. ഞാൻ പറയും, എനിക്ക് മുന്നും പിന്നും ഒന്നുമില്ല. കാരണം എനിക്ക്, അല്ലെങ്കിൽ വിനയൻ സാറിനോട് പറഞ്ഞാൽ, വിനയൻ സാറ് അങ്ങനെ അന്നത്തെ വിവാദത്തിൽ പിന്നെ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു, സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയപ്പോൾ കൊണ്ടാണ്. പക്ഷേ അത് അന്നേരം അതിന് മുമ്പ് എന്നോട് പറയാമായിരുന്നു ഈ പാട്ടില്ല എന്നുള്ളത് കാര്യം മാത്രം പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടൊന്നും പോകത്തൊന്നുമില്ല. ഇത് പറയുമ്പോൾ ഇവൻ അഹങ്കാരിയാണ്, എൻ്റെ കാര്യങ്ങൾ പറയാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ആ വിവാദത്തിൽ ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്തില്ല, പബ്ലിക് സപ്പോർട്ട് ചെയ്തു. പക്ഷേ കലാരംഗത്തു നിന്നുള്ള ആരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച 1-2 സിനിമ പിന്നണി ഗായകരുണ്ട് എന്നുള്ളതല്ല. ഇപ്പം ഈവൻ എൻ്റെ കൂടെ ഈ പറഞ്ഞ യാത്രയിൽ ഉണ്ടായിരുന്ന ആളാണ് എം ജയചന്ദ്രൻ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ദേവരാമേഷോട് പാട്ട്, ആ ജയചന്ദ്രൻ്റെ പാട്ടുമായിട്ട് ജയചന്ദ്രൻ പോലും എന്നെ അറിയിച്ചില്ല ഇനിയൊരു പാട്ടില്ല എന്നുള്ളത്. അവർക്കൊക്കെ അറിയാതിരിക്കാതില്ല ഒരിക്കലും. എന്നിട്ട് ജയചന്ദ്രൻ വാട്സാപ്പിൽ നിന്ന് എന്നെ ബ്ലോക്ക് ചെയ്തു, മനസ്സിലായില്ലേ? ബ്ലോക്ക് ചെയ്തതെന്ന് ജയചന്ദ്രൻ ബ്ലോക്ക് ചെയ്ത് എനിക്ക് ജയചന്ദ്രൻ്റെ പാട്ട് പാടിയിട്ടൊന്നും അല്ല പന്തളം പാലിലുണ്ടായിരിക്കുന്നത്. ഈ അടുത്ത വിവാദം ഉണ്ടായി, രമേശ് നാരായണൻ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. രമേശ് നാരായണൻ്റെ പാട്ട് പാടിയിട്ടില്ല പന്തളം പാലിലുണ്ടായിരിക്കുക. രവീന്ദ്രൻ മാഷിനെ പോലുള്ള ആൾ, ഇപ്പം മലയാളത്തിലെ മഹാൻ രഥന്മാരായ രവീന്ദ്രൻ മാഷക്കും ദേവരാജൻ മാഷക്കും എന്നെ പാടിക്കാൻ പിന്നെ ആർക്കാണ് പാടിക്കാൻ പറ്റാത്തത്? ഇതാണ് എൻ്റെ ചോദ്യം. ഒരു മനുഷ്യൻ്റെ നിറം നോക്കിയോ അവൻ്റെ വസ്ത്രധാരണം നോക്കിയല്ലോ, അവൻ്റെ കഴിവുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന സംസ്കാരമാണ് നമ്മുടെ നാടിന് വേണ്ടത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ പിന്നെ നിങ്ങളുടെ ചാനൽ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. വലിയ ചാനൽസൊന്നും എൻ്റെ വീട്ടിൽ വരാറില്ല. വലിയ ചാനൽസിൽ എവിടെയെങ്കിലും നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഇത്രയും യാത്രയായി 40-ാം വർഷം ആഘോഷിക്കുന്ന ഒരാൾ, ആഘോഷിക്കുന്നില്ല ആകുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഒരാളുടെ 10 വർഷമായ ഇവിടെ ആഘോഷിക്കാൻ ചാനൽസ് ഉണ്ട്, മാധ്യമങ്ങളുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ ഇങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷേ എൻ്റെ കഴിവിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ആ കഴിവ് ഞാൻ പെർഫോം ചെയ്ത് എക്സ്പീരിയൻസ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ 10,000 വേദികളോളം ആകുന്നു. 10,000 വേദി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ എഫർട്ട് എന്തായിരിക്കും? ഇപ്പം ഞാൻ കുറച്ച് വർഷം പ്രവാസിയായിരുന്നു, അതിനുശേഷം തിരിച്ചു വന്ന് മെയിൻ സ്ട്രീമിൽ ഒരാളായി 40 വർഷത്തിനിടയ്ക്ക് ഇപ്പോഴാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അംഗീകാരം എനിക്ക് കിട്ടിയത്. അതിൻ്റെ വാല്യം എന്താണെന്ന് പറ്റി എനിക്കറിഞ്ഞുകൂടായിരുന്നു. ആദ്യം എന്നെ വിളിച്ച് അഭിനന്ദിച്ചത് രാജീവ് ആലിങ്കലാണ്, കവി. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൻ്റെ മഹത്വത്തെ പറ്റി അറിയാം? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. അവാർഡ് കിട്ടി, വളരെ സന്തോഷമുണ്ട്. സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയാണിത്. പിന്നെ നിങ്ങൾ 10 നാടകത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത്സരത്തിലോ ജയിച്ചിട്ട് നിങ്ങൾക്ക് തന്നതല്ല. സർക്കാർ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്ന, നിങ്ങളെ ഒരു പാട്ടുകാരനായിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പരമോന്നത ബഹുമതിയാണ്. നിങ്ങൾ മരിക്കുമ്പോൾ ഗാർഡ് ഓഫ് ഓണർ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് കാണാൻ എന്തായാലും ഞാനില്ല. ഇതൊന്നും ശാശ്വതമല്ല. ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് സിനിമയിൽ പാട്ട് പാടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പാട്ട് വെളിയിൽ വന്നു പറഞ്ഞാൽ അടുത്ത ദിവസം എനിക്ക് വേറൊരു സിനിമ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതല്ല എൻ്റെ ലക്ഷ്യം, അതല്ല. അങ്ങനെ ഉണ്ടായിരുന്നു, ചെറിയ പ്രായത്തിലൊക്കെ ഉണ്ടായിരുന്നു, വലിയ മോഹങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും എന്താ പറയുക, ഇപ്പോഴും തമസ്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണല്ലോ നമ്മൾ സാധിക്കും. ഇപ്പം പിന്നെ എത്ര നമ്മളെ മാറ്റി നിർത്തിയാലും ചേർത്ത് നിർത്താൻ കുറേ ആൾക്കാർ നമുക്കുണ്ടാകും. ഇപ്പം തിരുവനന്തപുരം പിന്നെ VSSCയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ്റെ ശിഷ്യനാണ്. കേരളത്തിൻ്റെ ADGP ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് IPS എൻ്റെ ശിഷ്യനാണ്. ഇവിടെ ഈ വീട്ടിൽ വന്നിരുന്നാണ് പഠിക്കുന്നത്. അങ്ങനെ കുറേ ഡോക്ടർമാർ, കുറേ വിദ്യാർത്ഥിനികൾ, കാരണം ഇവരെല്ലാം വിദേശത്തും അവിടെയൊക്കെ ആയിട്ട് എനിക്ക് അത് ഞാൻ ജീവിതത്തിൽ ആസ്വദിക്കുന്നു. അതാണ് അതെനിക്ക്. ഇത് സംഗീതത്തിന് വേണ്ടി പലതും ത്യജിക്കുന്നുണ്ട്. ഒരു ആത്മസമർപ്പണം ചെയ്യുന്ന വ്യക്തിയാണ് താങ്കളുടെ ഭർത്താവ്. അപ്പോഴും ഈ ഫാമിലി എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ച്? പിന്നെ കാരണം നമ്മൾ ടൂർ അഥവാ ഞങ്ങൾ എവിടെയെങ്കിലും പൊന്മുടിയിൽ പോകുമ്പോഴും വരാറില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ തണുപ്പ് പെട്ടെന്ന് ശബ്ദത്തിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ തണുത്ത ആഹാരങ്ങളൊന്നും കഴിക്കാറില്ല ഫ്രിഡ്ജിൽ വെച്ച്. എല്ലാം ചോറാണെങ്കിൽ പോലും ചൂടോടെ തന്നെ കഴിക്കുകയുള്ളൂ.
ഫാമിലി മക്കളായാലും എന്തെങ്കിലും പാട്ട് പാടി അച്ഛൻ എന്തെങ്കിലും അച്ഛൻ അത് ശരിയായില്ല ഏട്ടാ എന്ന് പറയും. പറയും, മക്കൾ പറയും, ഞാനും പറയും. കാരണം നമ്മളെ ഭയങ്കരമാണെന്നല്ല, എന്നാലും നമുക്ക് അങ്ങനെ മറ്റുള്ളവർ വിമർശിക്കുന്നതിന് ഒരു വിഷമമാണ്. അപ്പം നമ്മൾ തന്നെ അത് പറയും. പിന്നെ എന്താണ്, പാട്ടൊക്കെ നമ്മളെ കേൾപ്പിക്കും. പഴയ പാട്ടുകൾ തീർച്ചയായിട്ടും പാടുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് കൂടെ പറയും, ഒന്ന് കേൾക്കണേ, കേട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ പറയണം അഭിപ്രായങ്ങൾ എന്ന്. കൂടുതൽ പാട്ടുകൾ കൂടുതൽ അറിയാവുന്ന പഴയ പാട്ടുകളൊക്കെ എനിക്കറിയാം പാട്ടൊന്നും പറഞ്ഞുകൂടെ. ഞാൻ അവിചാരിതമായിട്ട് പാട്ടുകാരനായ ഒരാളാണ്. എൻ്റെ അച്ഛൻ പിന്നെ കണക്ക് അധ്യാപകനായിരുന്നു. ആ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയ പ്രായമല്ല, നമുക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പം ഈ ഇൻബോൺ മ്യൂസിക് ഉണ്ട് എന്നുള്ള തിരിച്ചറിഞ്ഞത് അച്ഛനും അമ്മയും കൂടെയാണ്. അങ്ങനെ ഞാൻ ഒരു മത്സരത്തിന് പോയി, മത്സരത്തിൻ്റെ സ്കൂളിൻ്റെ പ്രതിനിധിയായിട്ട് പോയി. ഒരു ലൈറ്റ് മ്യൂസിക് പാടാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്, പിന്നെ സബ് ജില്ലാ കലോത്സവത്തിന് സ്കൂളിൽ നിന്ന്. അപ്പം അങ്ങനെ പോയി, എനിക്ക് പാടാൻ പറ്റിയില്ല. 4 വരി അങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ പറഞ്ഞു. ഈ ആൾക്കാരെ കണ്ട് പേടിച്ച് ഞാനിറങ്ങി വിറച്ച് വലിയ ഷെയിമായിപ്പോയത്. പിന്നീട് അച്ഛൻ്റെ സുഹൃത്ത് വെൺമണി സുകുമാരൻ സാർ എന്ന് പറയുന്നത് സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അച്ഛനും എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സുഹൃത്തുക്കളാണ്. അങ്ങനെ അവിടെ കൊണ്ട് പഠിച്ചു. രാത്രി കാലങ്ങളിൽ ഈ ഞാനൊക്കെ ഇതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പഠിക്കുന്നത്. അപ്പം 2 or 3 സ്റ്റെപ്പ് മാത്രമേ, അതിനേക്കാൾ സീനിയറാണ്. അവരുടെ കൂടെ ഇരുന്ന് രാത്രി വൈകുന്നേരം ഒരു 6:30 മുതൽ രാത്രി 10, 10:30, 11 മണി വരെ ഇങ്ങനെ കണ്ടു. ചില സമയത്ത് ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട്, എന്നെ അടിച്ചിട്ടുണ്ട് സാറ്. അങ്ങനെയല്ല, നമുക്കത് ദഹിക്കാനുള്ള പകൽ മൊത്തം കളിയും ക്രിക്കറ്റ് കളി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പിന്നെ ഇതിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റി അറിഞ്ഞുകൂടാ. പിന്നെ 10ാം ക്ലാസ്സിൽ പിന്നെ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കാണ് പാസ്സായപ്പോഴത്തേക്കാണ് അച്ഛനും അമ്മയും പറഞ്ഞത് സംഗീത കോളേജിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. അവരുടെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരു ബാച്ചിൽ 120 കുട്ടികളെ മാത്രമേ എടുക്കുള്ളൂ മ്യൂസിക് കോളേജിൻ്റെ ഹിസ്റ്ററിയിൽ. അപ്പം ഒരു ബാച്ചിൽ ഫസ്റ്റ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ആൺകുട്ടികൾ 60 പെൺകുട്ടികൾ. ഈ 3 മാസം ഞാൻ നോക്കിയിരുന്നിട്ട് ഈ 120 പേരിൽ ഞാൻ വന്നില്ല. പിന്നെ അന്ന് ഞങ്ങളുടെ ചേട്ടനാണ് പന്തളസുകാരൻ. അപ്പോൾ അദ്ദേഹം MLA ആയിരുന്നു. അന്ന് നയനാരും AK ആൻ്റണി ആരോ അങ്ങനെ ആരാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എനിക്കൊരു സ്പെഷ്യൽ ഓർഡർ വഴി ലീലാ മാധവൻ ടീച്ചറായിരുന്നു പ്രിൻസിപ്പൽ. അപ്പോൾ അവരുടെ എല്ലാ സഹായത്തോടെ അവസാനത്തെ കുട്ടിയായിട്ട് വന്നു. ആ കുട്ടി മാത്രമേ ഇന്ന് ഫേമസ് ഉള്ളൂ. ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റായി വരും എന്ന് പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. വേറെ ആരും ഇല്ല ആ ബാച്ചിൽ നിന്ന്. തന്നെയല്ല 1 to 10 മ്യൂസിക് കോളേജിൻ്റെ ഹിസ്റ്ററിയിൽ 10ാമത്തെ ആൾ ഫേമസ് ആയി വന്നതിൽ ഒരാൾ യേശുദാസ്, നെയ്യാറ്റിൻകര വാസുദേവൻ സാറ്, ഓമനക്കുട്ടി, MG രാധാകൃഷ്ണൻ സാറ്. അവരുടെ ലിസ്റ്റിൽ 10ാമത്തെ ആളായിട്ട് എനിക്ക് വരാൻ സാധിച്ചെങ്കിൽ അത് നിയോഗമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ വലിയ ആളൊന്നും അല്ലല്ലോ, സാധാരണക്കാരനല്ലേ. സാധാരണക്കാരുടെ മോനായിട്ട് അച്ഛൻ ഹെഡ്മാസ്റ്ററായിരുന്നു, മരണപ്പെട്ടു. അച്ഛൻ മരണപ്പെടുമ്പോൾ ഞാൻ ദേവരാജ മാഷ വീട്ടിൽ കിടന്നുറങ്ങി. അന്ന് ഈ എന്താ പറഞ്ഞ് ഗുരുകുല വിദ്യാഭ്യാസം പോലെ എന്നെ ഒരു മകനെ പോലെയായിരുന്നു. അദ്ദേഹമാണ് എന്നെ യാത്രയാക്കിയത്. ഈ മാഷൊക്കെ അറിയാം, പക്ഷേ എനിക്കറിഞ്ഞുകൂടെ അച്ഛൻ മരണപ്പെട്ടത്. അമ്മ പന്തളം NSS കോളേജിൽ തൂപ്പ് ജോലിയായിരുന്നു. അപ്പോൾ ഇതിന്നൊക്കെ ഉണ്ടായ ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ മുന്നോട്ട് നീങ്ങുന്ന എനിക്ക് എൻ്റെ കുടുംബം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇവരൊക്കെ വേണ്ടിയാണ് ഈ ഇരിക്കുന്ന വീടൊക്കെ ഞാൻ അമേരിക്കയിൽ പോയി ജോലി ചെയ്തിട്ടുണ്ടാക്കിയത്. പാടി ഉണ്ടാക്കിയതല്ല, ജോലി ചെയ്തുണ്ടാക്കിയത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം എനിക്കുണ്ടായതിൻ്റെ കാര്യം എന്താ? ഞാൻ പാടാത്തതുകൊണ്ടാണ് അല്ല, പ്രതിഫലം എന്ന് പറഞ്ഞ വലിയൊരു സംഭവമായിരുന്നു. അന്ന് 365 ദിവസത്തിൽ എത്രയോ ദിവസങ്ങൾ പ്രോഗ്രാമുണ്ട്, പക്ഷേ മിച്ചം കുറവാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം ബിജു നാരായണൻ്റെ പരിപാടിക്ക് 1.5 ലക്ഷം കൊടുക്കുന്നിടത്ത് എനിക്ക് 50,000 രൂപയായിരിക്കും തരുന്നത്. അപ്പോൾ അത്രയും അവർ ജീവിക്കുന്ന പോലെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. അന്ന് മക്കളെ വളർത്താൻ വേണ്ടി ഒരു വീട് വെക്കണമെന്നുള്ള ഇത് പല ഇൻ്റർവ്യൂസിനും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. അങ്ങനെയാണ് ഞാൻ അമേരിക്കയിൽ പോയതും. എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം കഴിഞ്ഞു, ഞാൻ തിരിച്ചു വന്നു. 1.5 വർഷം വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. ആരും എന്നെ പാടാൻ വിളിച്ചില്ല. ഇതിനിടയ്ക്കിട്ട് ഗോസിപ്പിൾ ഇറങ്ങി, പന്തളംപാൽ 9 വർഷം കാണാതായപ്പോഴത്തേക്ക് മരണപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ഗോസിപ്പുകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തുമാത്രം വർക്ക് ചെയ്തിട്ടായിരിക്കും ഇന്ന് മെയിൻ സ്ട്രീമിൽ ഞാൻ നിൽക്കുന്നത്. ഇന്ന് ലക്ഷക്കണക്കിന് പാട്ടുകാരല്ലേ, അതിലൊരാളായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യത്യസ്തമായ പാട്ടുകൾ, അതാണ് വ്യത്യസ്തനായ ഒരു പന്തളംപാലിനെ സത്യത്തിലായാലും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് സത്യം. അവിടുത്തെ അതും ഈ പറഞ്ഞു വിവാഹം കഴിച്ച അന്ന് തന്നെ പ്രോഗ്രാമിന് പോയ അല്ല, ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്, കൊണ്ടുപോയി. അതിനുശേഷമുള്ള ഈ ഓണനാളുകൾ, ഓണത്തിന് മിക്കവാറും ഇവിടെ കാണാറില്ല, പ്രോഗ്രാംസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളിവിടെ പ്രോഗ്രാംസൊക്കെ സിറ്റിയിൽ ഗാനമേളകളോ അല്ലെ അങ്ങനെ എല്ലാം കാണാൻ പോകും. പിന്നെ ഓണം വാരാഘോഷം എല്ലാം കാണാൻ പോകും. ഗാനമേളയൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്, പാട്ടുകൾ കേൾക്കാൻ
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ എപ്പോഴും റേഡിയോയും വെച്ച് പഴയ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവിടെ രാവിലെ 6 മണി പോലെ ഞാനാണെങ്കിൽ ഈ ശബ്ദത്തിനെതിരാണ്. ഒരുപാട് ശബ്ദം പാട്ട് കേൾക്കേണ്ട സമയത്ത് നമുക്ക് ഫുൾ ടൈം പാട്ട് ഭയങ്കര വോളി തന്നെ. ഞാനാണെങ്കിൽ ഇങ്ങോട്ട് ഈ ഏരിയയിലേ വരത്തില്ല പാട്ടുകാരനാണെങ്കിലും. മക്കൾ രണ്ടുപേരും അഖിൽ ബാലൻ, അമൽ ബാലൻ. ഇപ്പം മൂത്ത മോൻ കല്യാണം കഴിച്ചു, രാധിക മോള്. 3 പേരും. മോളും പഴയ കലാതിലകമായിരുന്നു, ഹരികഥയൊക്കെ നന്നായിട്ട് ചൊല്ലും എന്നാണ്. പക്ഷെ നമ്മുടെ അടുത്ത് ചൊല്ലിയിട്ടില്ല. പക്ഷെ ഭയങ്കര ആസ്വാദകയാണ്. ഇപ്പം മോനാണെങ്കിലും സപ്പോർട്ടാ. മോനാണെങ്കിലും നല്ല സപ്പോർട്ടാ. മോള് പാടും, ഡാൻസ് ചെയ്യും. ഇളയ മോനും നന്നായിട്ട് പാടും. കൂടെ ഒന്നും പാടാൻ വരില്ലായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും നല്ല സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന എൻ്റെ അടുത്ത് എൻ്റെ മക്കൾ വരാത്തതിലുള്ള ഒരു വിഷമമല്ല, അവർ ബാൻഡ് എന്ന് പറയുന്ന രീതിക്കാണ്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ അച്ഛൻ ഇനി എന്ന പരിപാടി ഞാൻ പറഞ്ഞു, ഇപ്പോൾ 26-ാം തീയതി SB ഗ്രാൻഡ് ഉണ്ട്, ഇനി മുതൽ ഞാനും പാടാൻ വരാമെന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നി. അല്ല, അവർ നേരത്തെ വന്നിരുന്നെങ്കിൽ എത്ര അവസരങ്ങളാണ് നമ്മളിപ്പോൾ ഓരോ കുട്ടികളെ എൻ്റെ അടുത്ത് പാടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ കാർത്തിയോടൊക്കെ പറയാറുണ്ട്, കേരളത്തിലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് എൻ്റെ കൂടെ എൻ്റെ ഒരു പരിപാടിയുടെ ഒരു ഫീമെയിലായിട്ട് വരാൻ അങ്ങനെ വരാൻ താല്പര്യമുള്ളവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ തരുന്ന അവസരങ്ങൾ നിങ്ങളുടെ പേരൻസ് മനസ്സിലാക്കണം. നമ്മളൊക്കെ ഞാൻ ഒരു സിത്താര എന്ന ട്രൂപ്പിലാണ് പാടി തന്നെ. അപ്പം അന്നേരം എനിക്കൊരു പാട്ടേ തരുള്ളായിരുന്നു. ഇവിടെ നിന്ന് കാസർഗോഡോ കണ്ണൂർ പോയാലും ഒരു പാട്ടേ തരുള്ളൂ. പിന്നെ അതിൽ നിന്ന് ഞാൻ 2ആയി 3ആയി 4ആയി പിന്നെ അതിൻ്റെ ലീഡ് സിംഗർ ആകണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ക്ഷമയുണ്ടായിരിക്കണം. ഒരു ദിവസം കൊണ്ട് സെലിബ്രിറ്റി ആയവരെല്ലാം തകർന്നു പോയിട്ടുണ്ട് ഇല്ലേ? ഗ്രാജുവലി നിൽക്കുന്ന എന്നെപ്പോലുള്ളവർ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അനുഭവങ്ങളാണ്. മറ്റുള്ളവരെ കുറ്റം പറയാതെ ജീവിക്കുക, മറ്റുള്ളവർക്ക് അവരുടെ കഴിവുകളെ അംഗീകരിക്കുക, സമൂഹത്തിൽ ഞാനാണ് കേമൻ എന്ന് പറഞ്ഞ് ജീവിക്കാതിരിക്കുക. ഞങ്ങൾ ഒരുമിച്ച് പാളയം മാർക്കറ്റിൽ പോകാറുണ്ട്, പേർക്കൂടെ പോയി തട്ടുകട ചായ കുടിക്കാറുണ്ട്. നമുക്ക് ഇനിയും പത്മശ്രീ കിട്ടിയാലും പത്മവിഭൂഷൺ കിട്ടിയാലും ഏതായാലും ഞങ്ങളിതുപോലെ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണക്കാരന് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ വളരെ കാര്യം. ഇന്നലെ ഒരു കടയിൽ പോയപ്പോൾ ഞങ്ങൾ ഇവിടെ സാധനം വാങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഈ ജുബയും മുണ്ടും ആയിരുന്നുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായി. സാധാരണ ഷർട്ടൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഒരു 5-6 പേരെ ഓടി വന്നത്. കാരണം എന്നിട്ട് ഇവളോട് പറഞ്ഞെന്ന്, പണ്ട് ഗാനമേള കഴിഞ്ഞ് വരുമ്പോഴാണ് അടി കിട്ടുന്നതെന്ന് അല്ലേ? അപ്പോൾ അങ്ങനെ സ്നേഹമുള്ള ഒരുപാട് പേരുണ്ട്. അത് ജനകീയത എന്ന് പറയും. ആ ജനകീയത നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മറ്റുള്ളവരോട് ഉള്ള പെരുമാറ്റത്തിൻ്റെ ഭാഗം കൂടെയാണ്. കാരണം ഞാൻ വലിയ ഭാഗമാണ്, ഞാൻ മുഖത്ത് നോക്കത്തില്ല, സെലിബ്രിറ്റിയാണ്, അടുത്ത വീട്ടുകാരോട് മിണ്ടത്തില്ല, എല്ലാവരോടും മിണ്ടണം. നമ്മൾ വളർന്നു വന്ന അങ്ങനെയാണല്ലോ. നമ്മൾ സാധാരണക്കാരാണ്, ഇപ്പോഴും സാധാരണക്കാരാണ്. എൻ്റെ മക്കളോട് ഞാനത് പറയുന്നത്, എപ്പോഴും സിംപ്ലിസിറ്റി ആയിരിക്കണം. ഇവളായാലും ശരി, ഇവിടെ വരുന്നവരൊക്കെ ഞങ്ങൾ നന്നായിട്ട് സ്വീകരിക്കും. ആർക്കും ഇവിടെ വരാം, എപ്പോഴും വരാം. പക്ഷേ പലപ്പോഴും പലർക്കും വിലയില്ല. അതായിപ്പോൾ ഇവരുടെ ധാരണ എന്താണെന്നറിയോ, ഇയാൾ ഇത്രയേ ഉള്ളൂ, പക്ഷേ അത്രയല്ല എന്നുള്ളത് മാറിക്കഴിയുമ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു പയ്യൻ പിന്നെ പെട്ടെന്ന് പഠിക്കണമെന്ന് പറഞ്ഞ് വന്നു. ഭയങ്കര സാറിൻ്റെ ഗാനമേളയൊക്കെ ഞങ്ങൾ പത്തനംതിട്ട ദൂരെ കേട്ടിട്ടേ ഉള്ളൂ. സാറ് ഇന്നത്താണ് അടുത്ത് ഇത്രയെടുത്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അവൻ സാർ ഇനിയും പോലും ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞങ്ങ് പോയി. പൂർണ്ണമായിട്ട് ഞാനങ്ങ് കട്ട് ചെയ്തു. പിന്നെ കൈയും കാലും പിടിക്കുകയാണ്, മനസ്സിലായില്ലേ? പിന്നെ ടീച്ചറടുത്ത് റെക്കമെൻഡ് ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞ് വിട്ടത് തന്നെ, ഇനി ഞാൻ വലിയ പാടാണ് എനിക്ക്. കാരണം നമ്മൾ അത്രയും സ്നേഹം കൊടുക്കുമ്പോൾ തിരിച്ചതിന് വിലയില്ലെങ്കിലേ ഏതാ. ഈ പുതിയ ഗായകരോട് ആയിട്ട് പറയാനുള്ളത് എന്താ? പുതിയ ഗായകർ കൂടുതൽ പാട്ടുകൾ പഠിക്കുക. ഈ സംഗീത ഫീൽഡിൽ ഇതിന് മുമ്പ് പ്രവർത്തിച്ച ഒരുപാട് പേര് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ ആരായിരുന്നു, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ്? ഞാനാണ് കേമൻ എന്ന് വളർന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നതോറും പ്രതിഭകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാലം നിൽക്കണമെങ്കിൽ വ്യത്യസ്തമായ സംഗീതം കേൾക്കുകയും അത് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരുപാട് കാലം നിൽക്കാൻ പറ്റുള്ളൂ. എൻ്റെ എക്സാമ്പിൾ മാത്രം എടുത്താൽ മതി. ഇപ്പം 40 വർഷമായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത പാട്ടുകൾ അങ്ങനെയുള്ള പാട്ടുകളാണ്. ഇതിപ്പോൾ സാധാരണ എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ടുകളല്ല ഞാൻ പാടുന്നത്. ഇപ്പോഴും ശ്രീജിത്ത് സാറിനെ പോലെ ആൾ എന്നെ അന്വേഷിച്ച് വരണമെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടതല്ല, എന്നെ തേടിയെത്തിയതാണ്. അതിനുശേഷം ലൈഫിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളും ഭയങ്കരമാണ്. അദ്ദേഹം തുറന്ന് സംസാരിക്കും. ഇന്ന് രാവിലെ തന്നെ 1 മണിക്കൂറാണ് സംസാരിച്ചത്. കേരളത്തിൻ്റെ അടുത്ത DGP ആണ്. അപ്പോൾ അത്രയും വലിയൊരു പവറുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്ന് കൊച്ചു പിള്ളേർ ഇവിടെ വന്നിട്ട് ചില ദിവസം എനിക്ക് വിശക്കെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയാണിത്. അവർക്ക് കിട്ടാത്തതുകൊണ്ടാണോ? അല്ല. ഫുഡ് കഴിക്കാനില്ലാത്തതുകൊണ്ടാണോ? അല്ലല്ല, എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നു. ഇതൊരു സംഗീത
വീടാണ് കൃത്യമായിട്ട് സരസ്വതി ദേവി വാഴുന്നൊരു വീടാണെന്നാണ് ഞങ്ങളെ. കാരണം ഇവർ ലക്ഷ്മി വളരെ ഉത്തരവാദിത്തത്തോടെ വീട് നോക്കുന്ന ഒരമ്മയാണ്. വീടിനോടൊപ്പം തന്നെ ഇപ്പോൾ 1-2 ക്ലാസ് കൂടി അല്ലെ, സ്കൂൾ കൂടി ആരംഭിച്ചിട്ടുണ്ട് ഡോക്ടർ പന്തളം ബാലൻ എന്ന പേരിൽ. അത് ഡോക്ടർ പന്തളം ബാലൻ മ്യൂസിക് അക്കാഡമി എന്നുള്ള പേര് ഞങ്ങൾ പല പേരുകളും ഇങ്ങനെ ആലോചിച്ചു. പിന്നെ രുദ്ര മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ്, തമ്പുരു മ്യൂസിക് തമ്പുരു മ്യൂസിക് എന്ന് പറഞ്ഞ നേരെ ഉണ്ട്. അപ്പോഴും മക്കളാണ് പറഞ്ഞത്, അമ്മ എന്തിന് വേറെ പേര് അച്ഛൻ്റെ പേരിലിട്ടാൽ പോരെ. പിന്നെ അതിനകത്തൊരു ചോദ്യം വരത്തില്ലല്ലോ. അച്ഛൻ ഇത്രയും പിന്നെ സമൂഹത്തിൽ ഇത്രയും വിലയും പേരും ഒക്കെ ഉള്ള ഒരാളല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്കൂൾ തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് രജിസ്റ്ററാക്കിയത്. രജിസ്റ്ററാക്കി ഇപ്പം നെടുമങ്ങാട്, ഇപ്പോൾ എനിക്ക് നെടുമങ്ങാട് ഉള്ളതിൽ ഏറ്റവും ഗംഭീരമായ സ്കൂളാണ്. 12 സ്റ്റാഫുകളുണ്ട്. 12 ഐറ്റംസ് പഠിപ്പിക്കുന്നുണ്ട്. മ്യൂസിക് അല്ലാതെ വേറെ ഏതൊക്കെയാണ് പഠിക്കുന്നത്? മ്യൂസിക്കിൽ തന്നെ തബല, ഗിറ്റാർ, കീബോർഡ്, ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, ചെണ്ട, ഫ്ലൂട്ട്, എല്ലാ ഐറ്റംസ് പഠിപ്പിക്കുക. എല്ലാ സംഗീതമാണ് അവിടെ പഠിപ്പിക്കുക. സംഗീതം വിട്ടൊരു മേഖലയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവിടെ വേണേൽ കരാട്ട തുടങ്ങിക്കൂടെ. ഇതിനെല്ലാം ടൈമിംഗ് ആണ്. പിന്നെ കലയെ കൊണ്ട് കൊച്ചു കുട്ടികൾക്ക് പഠിക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു പേരൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞു. ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് മാറണം. കാരണം ജീവിതത്തിൽ നമുക്ക് എല്ലാത്തിനും സമയമുണ്ട് അല്ലേ. പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ +2 പിന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടി, ഇപ്പോഴാണല്ലോ A+ ആയത്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് ഒരു ട്യൂഷനില്ലായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ ചിത്രരചനയും ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുമായിരുന്നു. അപ്പോൾ എവിടെയാണ് സമയമില്ലാത്തത്? ഇപ്പോഴത്തുള്ള കുട്ടികൾ, സാർ മോൾക്ക് നീറ്റ് പരീക്ഷയാണ്, 3 മാസത്തേക്ക് പിന്നെ 3-4 മാസത്തേക്ക് ഇനി മോളുണ്ടാവില്ല, റിസൾട്ട് വരുമ്പോൾ നീറ്റായില്ല, തോറ്റുപോയി. അപ്പം ആഴ്ചയിൽ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 മണിക്കൂറാണ് ഇത് പഠിക്കേണ്ടത്. അതിന് സമയം കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ കൂടുതലും കുഴപ്പക്കാർ പേരൻസ് ആണെന്ന് പറയുന്നത്. ആ പേരൻസ് എന്ന് തിരിച്ചാൽ, അതാണ് പണ്ട് യേശുദാസ് കല്യാണം കഴിക്കാൻ പോയി, എന്നാലും യേശുദാസിന് സർക്കാർ ജോലിയില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജഗദീഷ് ശ്രീകുമാർ, പുള്ളിക്ക് എന്താണ് ജോലി എന്ന് ചിന്തിക്കുന്നവർ ഇപ്പോഴുണ്ട്. ജഗതി അറിഞ്ഞുകൂടാത്തവർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് പാട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മനസ്സിലായില്ലേ. മ്യൂസിക്കുമായിട്ട് ബന്ധവുമില്ല, കലയായിട്ട് ബന്ധമില്ല. കലാകാരന്മാരെ തിരിച്ചറിഞ്ഞുകൂടാ. അവരുടെ മേഖലയിൽ പണം ഉണ്ടാക്കണം, ഞങ്ങളാണ് കേമൻ. പണത്തിനപ്പുറത്തോട്ടാണല്ലോ കലയും കലാകാരനും എന്ന് പറയുന്നത്. ഒരു ഓണ സന്ദേശം മലയാളികളുടെ ഒരു വികാരമാണ്. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെ വരുന്നത്. അങ്ങനെ ആയിരുന്നു മാവേലിയുടെ സന്ദേശം. പക്ഷേ ഇന്ന് വർഗീയ ധ്രുവീകരണവും മതവുമാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. മതമില്ലാത്ത മനുഷ്യത്വത്തോടെ ജീവിക്കുന്ന നല്ലൊരു സമൂഹം ഉണ്ടാകട്ടെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. കാരണം സ്വന്തം കാര്യങ്ങൾ നേടുവാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ 4 വോട്ടിന് വേണ്ടി മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയ ഇതിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. അതില്ലാത്ത മനുഷ്യത്വത്തോടെ, മതമില്ലാത്ത മനുഷ്യത്വത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടാകട്ടെ എന്നത്. പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ ഇന്നലെ നിർമ്മല കോളേജിലെ പിന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് പിന്നെ പ്രാർത്ഥിക്കാൻ ഇടം വേണമെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? മറ്റുള്ള രാജ്യത്തൊക്കെ വളരെ മുന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മൾ പുറമോട്ട് സഞ്ചരിക്കരുത്. ദീർഘവീക്ഷണത്തോടെ ജീവിക്കുന്ന, നല്ല സംസ്കാരത്തോടെ ജീവിക്കുന്ന, മനുഷ്യ സ്നേഹത്തോടെ പരസ്പരം ചിരിക്കുന്ന, ഇപ്പുറത്തിരിക്കുന്ന വർഗീസ്, ഇപ്പുറത്തിരിക്കുന്ന അഹമ്മദും, ഇപ്പുറത്തിരിക്കുന്ന സായൂജ്യം ഒക്കെ ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള, ഹിന്ദു, ഇസ്ലാമും ക്രൈസ്തവനും സിഖും ഒരമ്മ പെറ്റ മക്കളാണെന്നും നമ്മുടെ സിരകളിലൊക്കെ ഓടുന്നത് ചുവന്ന രക്തമാണെന്നുമുള്ള ചിന്താഗതിയോടെ ജീവിക്കുന്ന പുതിയൊരു തലമുറ വളർന്നു വരട്ടെ. മതത്തിനതീതമായി ഭരണഘടനയെ അംഗീകരിക്കുന്ന, ഭരണഘടനയെ ബഹുമാനിക്കുന്ന, ഭരണഘടനയ്ക്ക് അനുസൃതമായി ജീവിക്കുന്ന, വിധേയമായി ജീവിക്കുന്ന പുതിയ തലമുറ ഉണ്ടാകട്ടെ. അങ്ങനൊരു ഇന്ത്യയാണ് എൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ ഒരു നല്ല ഓണം നമുക്ക് ഒരുമയോടെ കൊണ്ടുപോയി ഹിന്ദു ഇവിടെ. കാരണം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്രിസ്മസും ആഘോഷിക്കും, വിഷു ആഘോഷിക്കും, റംസാനും ആഘോഷിക്കും, ബക്രീദും ആഘോഷിക്കും, ഓണവും ആഘോഷിക്കും. അങ്ങനെയുള്ള ചിന്താഗതിയിലേക്ക് ജനങ്ങൾ വരട്ടെ എന്നുള്ളതാണ് എൻ്റെ. തീർച്ചയായിട്ടും ഇവിടെ ജാതി, മത, വർണ്ണ, വർഗ രാഷ്ട്രീയത്തിന് അതീതമായി മതേതരത്വം സംരക്ഷിക്കപ്പെടുന്ന ഒരു നാടായി മാറട്ടെ എന്ന ആശംസയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ പന്തളം ബാലൻ നമുക്കായി ഓണ സന്ദേശമായിട്ട് നൽകിയത്. ആയിരക്കണക്കിന് ഇന്നലകളാണ് കടന്നുപോയത്, ദശലക്ഷക്കണക്കിന് നാളുകളാണ് വരാനുള്ളത്. എന്നാൽ ഇന്ന് എന്നത് മനോഹരമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. ആ ഇന്നിനെ മനോഹരമാക്കുന്നതിനായി ശ്രീ പന്തളം ബാലനും
അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ലക്ഷ്മിയും നമ്മോടൊപ്പം ചേർന്നു. എല്ലാവർക്കും രണ്ടുപേർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഓണാശംസകൾ നേരുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഓണാഘോഷം നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓണം തിരുവോണം